ഇന്ന് നമുക്ക് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള നല്ല രുചിയുള്ളൊരു മട്ടൻ കറി ഉണ്ടാക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. പിന്നെ 5 നല്ല വലിയ തണ്ട് കറിവേപ്പിലയും 1 പച്ചമുളകും 1.5 ഇഞ്ചിൻ്റെ ഇഞ്ചി കഷ്ണം, ഒരു 4 അല്ലി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു മീഡിയം സൈസ് സവാള ഇത്തിരി കനത്തിൽ തന്നെ റഫായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 25 അല്ലി നാടൻ വെളുത്തുള്ളിയാണ് അതിട്ട് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ മുഴുവനോടെയുള്ള കുരുമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു 5-6 കാഷ്യൂ ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 ഇഞ്ചിൻ്റെ കറുവപ്പട്ട, 3 ഗ്രാമ്പു, 1 ഏലക്കായ, ഒരു തക്കോലം, ഇത്രയും മസാലകളും പിന്നെ ഒരു 1/2 ടീസ്പൂൺ സാധാരണ ജീരകവും 1/4 ടീസ്പൂൺ പെരുംജീരകവും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ല മൂത്ത മണം വരും. സവാളയൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം അത് നമുക്കൊരു മിക്സി ജാറിലേക്ക് മാറ്റും. ഒപ്പം തന്നെ ഒരു 4 തണ്ട് മല്ലിയില കൂടെ ചേർത്തിട്ട് ഒന്ന് വെള്ളം തൊടാതെ അരച്ചെടുക്കാം. അപ്പോൾ ഇത് വെള്ളം ചേർക്കാതെ കാരണം അരയ്ക്കാനായിട്ട് കുറച്ച് പാടുണ്ട്. അപ്പോൾ ഒന്ന് തട്ടിയിട്ട് ഒരു 4-5 വട്ടമൊക്കെ ഒന്ന് ഇതുപോലെ ടീസ്പൂൺ കൊണ്ട് തട്ടിയിട്ടൊക്കെ ഒന്ന് അരച്ച് കൊടുക്കുക. അതിന് ശേഷം ഒരു 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇത്തിരി ഒന്ന് സ്മൂത്തായിട്ട് ഒന്നുകൂടി ഒന്ന് എത്രയും സ്മൂത്താക്കി അരയ്ക്കാൻ പറ്റുന്ന അതുപോലെ അരച്ചെടുക്കുക. ഇനി അതവിടെ മാറ്റി വയ്ക്കാം. ഒരു കുക്കർ എടുക്കുക. കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അത്യാവശ്യം. പിന്നെ ഒരു വഴനലയും പിന്നെ ഒരു വലിയ സൈസ് സവാള ഒന്ന് നടു മുറിച്ചതിന് ശേഷം നല്ലതായിട്ട് നൈസായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ട് അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. നല്ല ബ്രൗൺ ഷെയ്ഡ് വരുന്നത് വരെ ഇതൊന്ന് സവാള മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം ഒരു വലിയ സൈസ് തക്കാളി കുനുകുനാന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ സൈസ് തക്കാളി വെച്ചിട്ടുണ്ടെങ്കിൽ 2 എടുക്കാം. ഇതിപ്പോൾ വലിയ സൈസാണ്, അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തേക്കണത്. നന്നായി അരിഞ്ഞ് അത് നല്ല സോഫ്റ്റായി വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഉടച്ചുടച്ച് തന്നെ ഇളക്കി വഴറ്റി തക്കാളിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കുക. ഇനി ആ മിക്സി ജാറിലേക്ക് വെള്ളം ചുറ്റിച്ചിട്ട് അവിടെ മാറ്റി വയ്ക്കട്ടെ. ഈ സമയത്ത് ഒഴിക്കേണ്ട. പിന്നെ അരപ്പിൻ്റെ ഒപ്പം തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. നമ്മൾ വേറെ മസാലകളൊന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായി മുരിഞ്ഞ് നല്ല മണം വരണ അരപ്പിൻ്റെയൊക്കെ നല്ലൊരു മണം വരുന്നത് വരെ വഴറ്റിയെടുക്കുക. അപ്പോൾ ആ സമയത്ത് ഇളക്കുന്ന സമയത്ത് എണ്ണയില്ലെങ്കിൽ ആവശ്യത്തിന് ഒഴിച്ചിട്ട് വേണം ഇത് ഇളക്കി ഇതുപോലെ മൂപ്പിച്ചെടുക്കാൻ. ഇത് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാൻ മട്ടൻ 1 കിലോ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണം മസാലയിലേക്കുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ മട്ടൻ കൂടെ ചേർത്തിട്ട് നമ്മൾ നിറച്ച് ചുറ്റിച്ച് വെച്ചിരിക്കുന്ന ജാറിലത്തെ വെള്ളം കൂടെ ഒഴിച്ചിട്ട്, വേറെ വെള്ളം ഇപ്പോൾ ഒഴിക്കരുത്, ആ ജാറിലത്തെ വെള്ളം മാത്രം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാ മട്ടൺ പീസസിലേക്കും ആ മസാലയൊക്കെ നന്നായി മിക്സായി വരുന്നത് വരെ മിക്സാക്കുക. അതിന് ശേഷം കുറച്ച് വെള്ളം സൈഡിൽ കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒരു 1/4 ഗ്ലാസ്സൊക്കെ ഒന്ന് മതിയാവും. എന്നിട്ട് ഞാൻ ഇവിടെ 2 വിസിലാണ് അടുപ്പിച്ചെടുത്തേക്കുന്നത്. നിങ്ങളുടെ കുക്കറിൻ്റെ വേവിനനുസരിച്ചിട്ട് അടുപ്പിച്ചെടുക്കാം. ഞാൻ ഇവിടെ 2 വിസിൽ അടുപ്പിച്ചെടുത്തതിന് ശേഷം എയറെല്ലാം പോയതിന് ശേഷം തുറന്ന് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. 2 മിനിറ്റ് നല്ലോണം മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്തിട്ട് 2 മിനിറ്റ് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കിടിലൻ കറി റെഡി ആയിട്ടുണ്ട്.